പപ്പായ തോരൻ അല്ലെങ്കിൽ ഓമയ്ക്ക തോരൻ ധാരാളം കിട്ടുന്ന ഒരു വിഭവമാണ് ഓമയ്ക്ക. എങ്ങനെയാണ് വളരെ പെട്ടെന്ന് സാധാരണ രീതിയിൽ തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ചൂടാക്കി കടുക്, ചുമന്ന മുളക്, ഉഴുന്നുപരിപ്പും കൂടെ ചേർത്ത് താളിക്കുക. കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം ഉഴുന്നുപരിപ്പ് ചേർത്ത് ഉഴുന്നുപരിപ്പും നന്നായിട്ടൊന്ന് ചുമന്ന് വരുന്നത് വരെ മൂപ്പിച്ചെടുക്കുക. ഇതിലേക്ക് കറിവേപ്പിലയും ശകലം കായപ്പൊടിയും കൂടെ ചേർക്കുക. കായപ്പൊടി ചേർക്കാൻ താല്പര്യമില്ലാത്തവർക്ക് കായപ്പൊടി ചേർക്കണ്ട. കായപ്പൊടി ചേർക്കുമ്പം നല്ലൊരു മണവും കിട്ടും, ദഹനത്തിനും നല്ലതാണ്. കായപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ആ എണ്ണയിൽ തന്നെ ഇട്ട് ഒന്ന് മൂപ്പിക്കുക. അതിലേക്ക് നന്നായിട്ട് കൊത്തി എരിഞ്ഞു വെച്ചിരിക്കുന്ന ഓമയ്ക്കയാണ് എടുത്തിരിക്കുന്നത്. ഓമയ്ക്കയും കൂടെ ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. മഞ്ഞൾപ്പൊടി കരിയാതെ നോക്കണം, എണ്ണയിലാണ് നമ്മൾ ചേർത്തിരിക്കുന്നത്. ഏകദേശം 4 കപ്പോളം കൊത്തി എരിഞ്ഞ പപ്പായയാണ് ചേർത്തിരിക്കുന്നത്. നന്നായിട്ട് യോജിപ്പിച്ചെടുത്ത് പപ്പായ വേവിച്ചെടുക്കണം. ഇത് വേവിക്കാനായിട്ട് ഒരുപാട് വെള്ളം ചേർക്കണ്ട. നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് 2-3 ടേബിൾ സ്പൂൺ വെള്ളം കൈകൊണ്ട് തന്നെ ഒന്ന് തളിച്ചു കൊടുത്താൽ മതി. ഇതുപോലെ 2-3 ടേബിൾ സ്പൂൺ വെള്ളം ഇതുപോലെ ഒന്ന് തളിച്ചു കൊടുത്ത് അടപ്പ് വെച്ച് അടച്ച് ചെറുതീയിൽ വേണം വേവിച്ചെടുക്കാനായിട്ട്. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. അധികം വെള്ളം ചേർക്കാതെ തന്നെ നമുക്കത് വെന്ത് കിട്ടുകയും ചെയ്യും. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ച് ഒന്നും കൂടെ അടച്ച് വെച്ച് വേവിച്ചെടുക്കുക. ഉപ്പ് ചേർക്കുമ്പം ശകലം വെള്ളം കൂടെ അതിൽ വാർന്നു വരും. ആ വെള്ളം ആ ഓമയ്ക്കയിൽ തന്നെ പിടിച്ച് നന്നായിട്ട് വെന്ത് വരുന്നത് വരെ വേവിച്ചെടുക്കുക. ഇപ്പോൾ ഓമയ്ക്കയും നന്നായിട്ട് വെന്തിട്ടുണ്ട്, താഴെ വെള്ളമയം ഒട്ടുമില്ല. ഈ സമയമാകുമ്പം തേങ്ങയിൽ ഇപ്പം പച്ചമുളക് മാത്രമാണ് ഞാൻ ചതച്ചിരിക്കുന്നത്. ഇഷ്ടമുള്ളവർക്ക് 2-3 ചെറിയ ഉള്ളിയും കൂടെ വെച്ച് ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കുക. ചതച്ചെടുത്ത കൂട്ട് ഓമയ്ക്കയുടെ ഏകദേശം നടുവിൽ ഒരു കുഴി പോലെ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ഇട്ട് ആ ഓമയ്ക്ക വെച്ച് തന്നെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് പൊതിഞ്ഞ് വെച്ച് ആവി കയറ്റി എടുക്കുക. അപ്പോൾ തേങ്ങയുടെ ആ പച്ചമണവും മാറിക്കിട്ടും, തേങ്ങയും ഒന്ന് വെന്ത് കിട്ടും. ചെറുതീയിൽ വേണം വേവിച്ചെടുക്കാൻ. ഒരു 3 മിനിറ്റോളം വേവിച്ചെടുക്കുമ്പം നല്ലോണം ആവി കയറിയിട്ടുണ്ടാവും. ഇത് നല്ലോണം യോജിപ്പിച്ചെടുത്ത് നമുക്ക് ചൂടോടെ ചോറിനൊപ്പം വിളമ്പാം. നാടൻ രീതിയിൽ തയ്യാറാക്കുന്ന ഈ വിഭവം എല്ലാവരും ഈ രീതിയിൽ തയ്യാറാക്കുക. ഇതിൽ ഞാൻ ഉള്ളിയോ വെളുത്തുള്ളിയോ ഒന്നും ചേർത്തിട്ടില്ല. അത് ചേർക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് അതും കൂടെ ചേർത്ത് തയ്യാറാക്കാം. ചൂടോടെ നമുക്ക് ചോറിനൊപ്പം വിളമ്പാം. നല്ല നാടൻ വിഭവമായ ഓമയ്ക്ക തോരൻ.